വളരെ മുതിർന്ന നടന്മാരായിട്ടുള്ള തിക്കുറിശ്ശി ചേട്ടൻ, ശങ്കരാചാര്യ ചേട്ടനും അതിൽപ്പെട്ട് തന്നെ തിക്കുറിശ്ശി ചേട്ടൻ, ജോസ് പ്രകാശ് സാറൊക്കെ ആയിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തിക്കുറിശ്ശി സുകുമാരൻ നായർ അയാൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയോ തലമുറകളുടെ കൂടെ ഒന്നിച്ച് അഭിനയിച്ച ആളാണ്. ഒരു വ്യത്യാസമില്ല. അവിടെ നേരത്തെ കൊട്ടാരക്കര ശ്രീധരൻ നായരായിട്ടുള്ള അതേ കണക്ഷൻ തന്നെയാണ് സായികുമാറായിട്ടും, അതിൽ ശേഷം സായിൻ്റെ പെങ്ങളെ മോനൊക്കെ വന്ന് വിനു, അങ്ങനത്തെ കുട്ടികളേറ്റു പോലും ആരോടായാലും കുറിച്ച് മരിക്കുമ്പം വിനു ഇല്ലാന്ന് തോന്നുന്നില്ല. എന്നാലും അങ്ങനെ തലമുറയുടെ വ്യത്യാസമോ പ്രായ വ്യത്യാസം ഇല്ലാതെ തൻ്റെ പ്രായത്തിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരു പ്രായത്തിലേക്ക് ഇങ്ങോട്ട് വരിക, അങ്ങനെ ഒരു സൗഹൃദം നിലനിർത്തി പോകുന്ന ഒരു വലിയ മനുഷ്യരായിരുന്നു. ഞാനും സിനിമയിൽ വന്ന ശേഷം തിക്കുറിശ്ശിയായിട്ട് നമ്മൾ ഒരുപാട് കഥകൾ തിക്കുറിശ്ശി കുറച്ച് ഈ സാഹിത്യബോധമുള്ള കവിതാബോധമുള്ള ഒരുപാട് എഴുതിയിട്ടുള്ള ഒക്കെ ആളാണ്. അപ്പോൾ കോഴിക്കോട്ട് നല്ല കണക്ഷൻ ഉണ്ട്, കോഴിക്കോട്ടുള്ള എഴുത്തുകാരും കലാകാരന്മാരെയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കുറിശ്ശി നമ്മളെ തിക്കോടി മാഷയായിട്ട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അപ്പം ഞാൻ ചെന്നാൽ തിക്കോടി മാഷ കഥ പറയും, ഞാനിവിടെ വന്നാൽ തിക്കുറിശ്ശിയായിട്ട് അന്വേഷിച്ചിരുന്നു അങ്ങനെ എന്നൊരു അയാൾ അങ്ങോട്ടും പറയും. ഇങ്ങനെ എല്ലാം കൂടിയായിട്ട് ഈ തിക്കുറിശ്ശിയുടെ മകൾ മരിച്ചപ്പം അതിനെക്കുറിച്ച് തിക്കുറിശ്ശി ഒരു കവിത എഴുതി, ഒരു പുസ്തകം എനിക്ക് തന്നു. എന്നോട് ഇത് മാമു എടുത്തോ, ഇത് തിക്കോടി മാഷ് കൊടുക്കണമെന്ന് ബി മുഹമ്മദ് കവിസാറിന് കൊടുക്കുന്ന 2 പുസ്തകം തന്നു. ഞാൻ തിക്കോടിന് കൊണ്ട് കൊടുത്തപ്പോൾ തിക്കോടിയൻ ആ പുസ്തകം പിടിച്ച് കരഞ്ഞു പോയി. ഞാൻ കണ്ടു. കാരണം അപ്പം അത്രമാത്രം ബന്ധം അവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നു. തിക്കുറിശ്ശിയായിട്ട് പലതും എന്ത് വേണമെങ്കിലും നമുക്ക് സംശയം ചോദിക്കാം. ഞാൻ പഴയ തിക്കുറിശ്ശി അന്ധകാലത്തുള്ള സിനിമയിലൊക്കെ തിക്കുറിശ്ശി ഈ മുസ്ലിം വേഷം ചെയ്തിട്ടാണ് വരിക, ഒരു പ്രത്യേക ഭാഷയും വേഷമൊക്കെ ആയിട്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ബെൽറ്റ്, ഒരു കത്തി, ഒരു ബനിയൻ, ഒരു തൊപ്പി, ഇവിടെ ഒരു കറുത്ത ഐക്കല്ലും വലിയൊരു പൊട്ട് തൊടുന്നമാതിരി നിസ്കാരത്താഴുമ്പോഴൊക്കെ ആയിട്ട് വരും. എന്നിട്ട് ഒരു പ്രത്യേക ഭാഷയും, എന്താണിടാ ഷൈത്താനെ നിനക്ക് പുസ്തിയില്ലേ, നമ്മൾ പറയുന്നത് നിനക്ക് കേട്ടുകൂടെ, ഒരു ഷാ എന്തിനും ഷാ ശരിയല്ലേ, പുസ്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വളരെ വൃത്തികേടാക്കുന്ന ഒരു രൂപം. അങ്ങനെയാണ് മുസ്ലിങ്ങൾ എന്നുള്ളത്. അത് കണ്ടപ്പോൾ എനിക്കൊന്നും അത് സഹിക്കാൻ പറ്റില്ല. എത്ര വിവരം കെട്ട മനസ്സിലാക്കലാണോ മുസ്ലിങ്ങളെ പറ്റി ഇവർ മനസ്സിലാക്കിയത്? അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണോ ഇവർ കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ശരിയാണ്, അത് ശരിയല്ല. ഞാനും പല ഭാഗത്തും പോയിട്ട് പല മുസ്ലിങ്ങളായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിവിടെ സിനിമയിൽ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ അവർ പറയണത് ചെയ്തു പോകാമെന്നുള്ളതല്ലാതെ പിന്നെ ഇവർ ചോദിക്കലൊന്നുമില്ലല്ലോ. പിന്നീട് അത് മാറി 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 അതെല്ലാം പോയി. ഇപ്പം അങ്ങനത്തെ വൃത്തികെട്ട കഥാപാത്രങ്ങളും ഒരു രീതിയൊന്നും കാണുന്നില്ല. ഹീറോസിൻ്റെ കാര്യം, ഞാൻ മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരായിട്ടും നല്ല ബന്ധു അടുപ്പാണ്. ഈ മമ്മൂട്ടിയായിട്ട് ഞാൻ സിനിമയിൽ വരുന്നതിൻ്റെ ഏകദേശം മുമ്പ് തന്നെ ചെറിയ ഒരടുപ്പുണ്ട്. കോഴിക്കോട്ട് അഹിംസ എന്ന് പറഞ്ഞ പടത്തിന് വന്നപ്പം ശ്രീനിവാസൻ്റെ കൂടെ ഞങ്ങൾ പള്ളിക്കണ്ടിയിൽ വന്നു മമ്മൂട്ടി. അന്നൊരു ബൈക്കിൽ ബുള്ളറ്റിലാണ് വന്നത്, ഒരു റേഡോ വാച്ചൊക്കെ കെട്ടിയിട്ട്. ഞാനും ഡെക്കോർ അശോകനെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ ഡെക്കോറിൽ വന്നു. കുറച്ച് നേരം സംസാരിച്ച് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ അവിടുന്ന് നമ്മൾ കല്ലുമക്കായ വാങ്ങി ഹോട്ടലിൽ നിന്ന്. അത് കഴിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. ഇതെന്താ ഇത് കല്ലുമക്കായ വേണ്ട ഒരു സംഭവമാണ്. അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. പോയിക്കോളി ഞങ്ങൾ എത്തിച്ചേരാന്ന്. ഇവർ പോയ ശേഷം ഞാനും അശോകനും ഹോട്ടലിൽ പോയിട്ട് തട്ടടക്കം അങ്ങോട്ട് വാങ്ങിയിട്ട് മഹാറാണിയിൽ കൊണ്ടു കൊടുത്തു. മഹാറാണിയിലാന്ന് അവർ താമസിക്കുന്നത്. ആൾ കഴിച്ചു. പിന്നെ അതുപോലെ കോഴിക്കോട് വരുമ്പം ഈ കക്ക കൊണ്ടുള്ളൊരു അപ്പമുണ്ട്. അതിനിവിടെ കോഴിക്കോട് ഒരു ചിപ്പിയപ്പം എന്നറിയാം. ഇവിടെ കക്ക എന്ന് ഇവിടെ പറയുന്നത് ചിപ്പി എന്നാണ് പറയുക. ചിപ്പി എരുന്ത് എന്നൊക്കെ. ചിപ്പിയപ്പം, അതുപോലെ കൂരിക്ക എന്നാണ് സാധാരണ കടലിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ ഇറച്ചി കാമ്പ് എടുത്തിട്ടുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ വലിയ ഒരു ഭ്രാന്തനാണ് മമ്മൂട്ടി. ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണം ഏറ്റവും കൂടുതൽ കിട്ടുക എന്നുള്ള ഒരിതാണ്. കണ്ടമാനം കഴിച്ചിട്ടല്ല, എന്നാലും മാറി 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 നല്ല വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ എന്ത് സാധനവും ഈ എൻ്റെ കയ്യിലുണ്ടാകണം എന്നുള്ള ആളാണ്. മറ്റുള്ളവരുടെ അടുത്ത് അല്ല, അത് എൻ്റെ കയ്യിലാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത്. എൻ്റെ കയ്യിലുള്ള വേറൊരാളടുത്ത് ഉണ്ടായാൽ ഇഷ്ടം വരാത്ത ആളുകൾ അവരൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ്. അവരും ഞാനായിട്ടൊക്കെ നല്ല സൗഹൃദത്തിലാണ്. വളരെ ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ച്
ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഷീർ ഖാൻ്റെ ബാല്യകാലസഖി. സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത്. അന്നൊക്കെ സത്യൻ്റെ പടത്തിലെ ഹീറോ ലാലാണ്, മോഹൻലാലാണ്. കുറേ അഭിനയിച്ചു വന്നപ്പം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമ എത്തിയപ്പം അതിൽ ലാലുണ്ടായില്ല. അതുമുതൽ ഈ ജയറാം ആണ് വന്നത്. ആ പടത്തിലാണ് ആദ്യമായിട്ട് സത്യൻ പടത്തിൽ ജയറാം അഭിനയിക്കുന്നത്. ഈ ജയറാം അതിൽ വന്നതോടുകൂടി പിന്നത്തെ സത്യൻ്റെ പടങ്ങളിലൊക്കെ ഏകദേശം ജയറാം തന്നെയാണ് ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത്. അതിലൊക്കെ ഒട്ടുമിക്ക പടങ്ങളിലും ഞാനുണ്ട്. അങ്ങനെ ജയറാം ഹീറോ ആയിട്ടുള്ള പടത്തിൽ ഒന്നിച്ചഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ ഹീറോസിൻ്റെ കൂടെ കൂടുതൽ അഭിനയിക്കാൻ വന്നത് ഒന്ന് ജയറാമാണ്. ലാല് കഴിഞ്ഞാൽ പിന്നെ ജയറാം തന്നെയാണ്. അത്ര പടം മമ്മൂട്ടിൻ്റെ കൂടുതലില്ല. മമ്മൂട്ടിയുടെ കൂടെ കുറേ പടങ്ങളുണ്ട്, അത്ര ഇല്ല. അതുപോലെ ഈ മുകേഷ്, ദിലീപിൻ്റെയും കൂടെ ഞാൻ 2-3 പടേ ഉള്ളൂ. അവരുടെ ദിലീപ് സെറ്റപ്പ് എന്നിട്ടൊരു പടമുണ്ട്, അതിലൊന്നിലും ഞാനുണ്ടായിട്ടില്ല. ജയറാമും ഞാനും ഒരുപാട് പടങ്ങളിൽ, സത്യൻ്റെ പടങ്ങളിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ സീനുള്ളതും ഒന്നിച്ച് അഭിനയിച്ചതും ഈ ഒരു വർക്ക് ചെയ്ത് സീൻ അഭിനയിച്ച് പോകാമെന്നല്ലാതെ ഒരു വർക്കിലൂടെ ഒരു കൂടുതൽ കണക്ഷൻ വരുന്ന ചില സിനിമകളും രംഗങ്ങളും വരും. അതിലൊന്നാണ് മഴവിൽ കാവടി. ഒരുപാട് ദിവസം ഇവൻ്റെ കഥാപാത്രം എൻ്റെ കുഞ്ഞു പോക്കർ എന്ന് പറഞ്ഞ ആ പോക്കറ്റടി ക്യാരക്ടറായിട്ട് നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ നാട്ടിലെ തന്നെ ചെറുപ്പത്തിലെ ഒന്നിച്ച് സുഹൃത്തുക്കളായിരുന്നു. ഞാൻ പിന്നെ നാട് വിട്ടുപോയി. അവിടെ ഇയാളും കൂടി എത്തുകയാണ്. ഞാൻ സ്പോർട്സ് ഹോട്ടലിൽ ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട് വിശ്വസിച്ച് വരികയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാണ് പോക്കറ്റടിയാണ്, ജയിലിലാണ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആ ഒരു പടത്തിൽ ജയറാമും ഞാനും നല്ല 2 ക്യാരക്ടേഴ്സിൻ്റെ ബന്ധം ഉണ്ടായപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ബന്ധമുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് കമലിൻ്റെ ശുഭയാത്ര എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അതിലും ഈ ഞങ്ങൾ ഒരുപാട് സീനുകളുണ്ട്, നല്ല ബന്ധം തന്നെ. ജയറാമിൻ്റെ ഒട്ടുമിക്ക പടങ്ങളിലും നമ്മൾ വരുമ്പം അടുപ്പുണ്ട്. ഇതിൽ ഈ നമ്മൾ രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റാണ് മഴവിൽ കാവടി. അത് ഞാനൊരു പോക്കറ്റ് അടിക്കാരൻ്റെ വേഷമാണ്. പക്ഷേ എവിടെയും ഒരു പോക്കറ്റ് അടിക്കുന്ന ഷോട്ട് പോലും ഇല്ലാതെ തന്നെ സത്യൻ അന്തിക്കാട് ഞാൻ വലിയൊരു പോക്കറ്റ് അടിക്കാരനാക്കി എന്നെ മാറ്റി. അപ്പോഴേക്കും ഒരു പേഴ്സ് എടുക്കുകയോ എന്തെങ്കിലും തൊടുകയോ ഒന്നും ചെയ്തത് കാണിച്ചില്ല. ഈ പറവൂർ ഭരതനോട് ഇന്നസെൻ്റ് ചോദിക്കുന്നുണ്ട്, ഏത് പേഴ്സ് കാണില്ല പോയി എന്ന്. താൻ എവിടെ ഇല്ല. താൻ ഇവരെ കുഞ്ഞുപോക്കറിനെ കണ്ടു. കണ്ടു. ആ കുഞ്ഞുപോക്കർ ഇല്ല, കുഞ്ഞുപോക്കർ കണ്ടു, ദൂരെ നിന്ന് കണ്ടു മതി, എന്നാൽ അത് പോയിട്ടുണ്ടാവും എന്നുള്ളത്. അത്രയും ആ 1-2 ഡയലോഗേ ഉള്ളൂ. അതിൽ ഞാൻ ഒരുപാട് പേഴ്സ് ആയിട്ട് വരുന്നു, കുട്ടികൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്നു, വലിയ പോക്കറ്റ് അടിക്കാനായി ചിത്രീകരിച്ചു. അതൊക്കെ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു കഴിവാണത്. പിന്നെ സത്യനെ പോലെയുള്ള സംവിധായകരുടെ ഒരു മിടുക്കും. ഇത് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും സ്ക്രിപ്റ്റിലുള്ളത് എടുക്കാതെയും ഇല്ലാത്ത കൂട്ടിച്ചേർത്ത് എടുത്തിട്ടൊക്കെ അവരുടേതായ ഒരു രീതിക്ക് അത് അവതരിപ്പിച്ചിരിക്കും. സിനിമ എന്ന് പറയുന്നത് അവതരണ ഭംഗിയാണല്ലോ. അല്ലാതെ ഏത് ഒരു കഥ 4 ആൾ പറഞ്ഞാൽ 4 രീതിയിലായിരിക്കും. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആർക്കാണോ അവരിൽ നിന്നാണ് കഥ കേൾക്കാൻ ഇഷ്ടം. അതുപോലെയാണ് സിനിമ ഏറ്റവും ഭംഗിയായിട്ട് എടുത്തു കാണിക്കാൻ ആർക്കാണ് കഴിയുക, അവരാണ് നല്ല ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ടർ കമലിൻ്റെ കുറേ നല്ല നല്ല സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകൾ, ഈ ശുഭയാത്ര, പിന്നെ ഗസൽ. ഈ പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമയിൽ എന്നെ ഈ മീര ജാസ്മിൻ്റെ ബാപ്പയായിട്ട് കാസ്റ്റ് ചെയ്തു. അപ്പം ഒട്ടും തമാശയില്ലാതെ പക്ക സീരിയസ് ആണ്. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കമലിനോടും റസാഖിനോടും, ടി എ റസാഖാണ് സ്ക്രിപ്റ്റ്, ഞാൻ ചെയ്താൽ ഇതെങ്ങനെ ഏൽക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ജനങ്ങളെങ്ങനെ സ്വീകരിക്കും എന്ന് പറയാൻ പറ്റില്ല, അത് നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ ചെയ്താൽ മതി, അത് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങളാണ് പറയണത് എന്നിട്ട് അവരുടെ ധൈര്യത്തിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചാണ്. എന്നിട്ടും ആദ്യത്തെ ആ ഹാർമോണിയം നന്നാക്കി ഇരിക്കുന്ന അബ്ദുവിൻ്റെ കഥാപാത്രം സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ തന്നെ. അങ്ങനെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സീനുകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ കമലിനോട് എങ്ങനെയുണ്ട്,
കാണാം നമുക്ക് തന്നെ. അങ്ങനെ അന്ന് വൈകുന്നേരം എടുത്ത ഇതൊക്കെ ഒന്ന് കണ്ടു, തിരക്കില്ല. അപ്പം കമൽ പറഞ്ഞു, മേജർ സീൻ എടുത്തു കഴിഞ്ഞു, ഇനി ഇതിനെ താഴോട്ടുള്ള ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്തോളി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ആയി ആ പടത്തിൽ അവസാനം വരെ ആ ഒരു മൂഡിൽ അങ്ങനെ നിന്നു. നല്ലൊരു വേഷം ചെയ്തതായിട്ട് പറഞ്ഞു. കമലും പറഞ്ഞു, റസാഖും പറഞ്ഞു, പിന്നെ അത് കണ്ടിട്ട് അതിൽ വർക്ക് ചെയ്തവരും കണ്ടിട്ടുള്ളവരെല്ലാം പറഞ്ഞു. സിനിമ റിലീസായപ്പം ജനങ്ങളും ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ നന്നായിട്ട് പറഞ്ഞു. എന്നോട് നമ്മൾ ടി പത്മനാഭനെ പോലെയുള്ള എഴുത്തുകാർ ഒരുവിധമൊന്നും ഇവർ അംഗീകരിക്കില്ല, വക വെച്ച് തരുമില്ല. പപ്പേട്ടൻ വരെ എന്നോട് പറഞ്ഞു, ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, സാധാരണ അഭിപ്രായം പറയുന്ന ഇതിൽ കൂട്ട് അല്ല, ഇതൊരു നല്ല സിനിമയായിരുന്നു, അതിൽ നിങ്ങളെ വേഷം നല്ല വേഷമായിരുന്നു, അത് നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പപ്പേട്ട. കാരണം അതൊക്കെ നമ്മൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അംഗീകാരം ആയിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. നടനും സംവിധായകനായ മധുബാൽ പറഞ്ഞു, പെരുമഴക്കാലം കണ്ടു, നന്നായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ അവാർഡ് ഈ പ്രാവശ്യം കയ്യിൽ വരും എന്ന് പറഞ്ഞു. പക്ഷെ അവാർഡ് ഒരു ജൂറി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു അവാർഡാണ് കിട്ടിയത്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, ഒരു അവാർഡ് കിട്ടി. പിന്നെ സത്യനന്ദിക്കാടിൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്ന പടത്തിന് ഏറ്റവും നല്ല കോമഡിയനുള്ള അവാർഡ്. അതുവരെ കോമഡിയനുള്ള അവാർഡ് ഉണ്ടായിരുന്നില്ല, നിർത്തിവെച്ചിരുന്നു. പണ്ടുണ്ടായിരുന്നു, വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10-25 കൊല്ലം മുമ്പ് അവാർഡ് ഉണ്ടായിരുന്നു. അന്ന് അടൂർ ബാസിക്കാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. പിന്നെ അതിന് ശേഷം ആർക്കും കൂടുതലുണ്ടായില്ല, എന്തോ കാരണവശാൽ അത് നിർത്തി. പിന്നീട് ഈ ഹാസ്യ നടനുള്ള അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനം വന്നു. അത് MA ബേബിയൊക്കെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ബേബി എന്നോട് പറഞ്ഞു, ഞങ്ങൾ വന്ന ശേഷമാണ് ഇങ്ങനൊരു അവാർഡ് കൂടി ഉണ്ടാക്കുന്നത്, അത് ആദ്യത്തെ നിങ്ങൾക്ക് തന്നെയാണ് അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞത്. അന്ന് ജൂറി ചെയർമാൻ ഗിരീഷ് കാസർവള്ളി എന്ന് പറയുന്ന ഒരു കന്നഡ സംവിധായകനാണ്. ഒരുപാട് നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വലിയ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിനാണ് ഈ അവാർഡ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. പിന്നെ അതിനുശേഷം വർഷാവർഷം ഇതുണ്ട്. പിന്നെ നമ്മളെ ഈ സുരാജ് വഞ്ഞാറമ്മൂടിന്, സലീം കുമാറിനൊക്കെ പലർക്കുമായിട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 അവാർഡാണ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ അവാർഡിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു അവാർഡായിട്ട് ഞാൻ സ്വീകരിക്കുന്നത് നാടോടിക്കാറ്റിൽ ഗഫൂർ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ ആണ് ഞാൻ അവതരിപ്പിച്ചത്. നാടോടിക്കാറ്റ് സിനിമ കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഈ കഥാപാത്രം വളരെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പല സിനിമക്കാരും പല കഥകളിലും ഈ ഗഫൂർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഉപയോഗിച്ചു. പക്ഷെ എങ്ങനെ എവിടെ വന്നാലും ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണമല്ലോ. ഇതേ വേഷം കിലുകിലുക്കം എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതിൽ ഇന്നസെൻറ്റിനെ ദുബായിലേക്ക് കയറ്റുന്ന ആളായിട്ട് ചെന്നിട്ട് ഞാൻ അഭിനയിച്ചു. പിന്നെ വേറെ തുടർന്ന് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ശ്രീ മൂവീസ് ഉണ്ണിത്താൻ ചെയ്ത അക്കരെ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ഗൾഫുകാരുടെ കോളനിയായിട്ട് നിൽക്കുന്നത്, ആ കോളനിയുടെ ആളായിട്ട് ഗഫൂർക്ക, അയാൾ ദുബായിൽ നിന്ന് വന്നിട്ട് ദുബായ്ക്കാരെ മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ, അങ്ങനെ ഉള്ളൊരിത്. പിന്നെ സിനിമയിൽ തന്നെ പലപ്പോഴും ഈ ഗഫൂർക്ക വരിക, അല്ലെങ്കിൽ ഗഫൂർക്കയുടെ സ്വഭാവം വെച്ചിട്ട് ഉള്ള കളികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് ഈ ഗഫൂർ സെൻട്രൽ ക്യാരക്ടറായിട്ട്, ഗഫൂർക്ക ദോസ് എന്തോ പേരായിട്ട് വരാൻ പോകുന്നുണ്ട്. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ മലയാള സിനിമയും പ്രേക്ഷകരുള്ള കാലത്തോളം ഈ കഥാപാത്രം അവരെ മനസ്സിൽ നിന്ന് പോവില്ല. ഞാനുള്ള കാലത്തോളം അത് ഞാൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യണം, വേറെ ആൾ ചെയ്താൽ ശരിയാവില്ലോ. അങ്ങനെ എനിക്കത് കിട്ടുകയും ചെയ്യും. ഇത്രയും വലിയ ഒരു അംഗീകാരം, ഒരു വലിയ അവാർഡായിട്ടാണ് ഞാൻ ആ ഒരു ഗഫൂർക്ക എന്ന കഥാപാത്രത്തിൻ്റെ ബഹുമതിയെ കാണുന്നത്. സിനിമാ ജീവിതത്തിൽ തന്നെ നമ്മൾ സിനിമയ്ക്ക് പുറത്തുള്ള ഈ സാഹിത്യത്തിലായാലും ഈ
കവികളായാലും സംഗീതത്തിലായാലും സാംസ്കാരിക പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് വലിയ വ്യക്തികളുണ്ട്. അവരോടൊക്കെ ഇടപഴകാൻ സാധിക്കുക എന്നുള്ളതും ഒരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ കൊലകൊമ്പന്മാരായിട്ടും ഇടപഴകാനും അടുപ്പത്തിലാവാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഏറെക്കുറെ എനിക്ക് സാധിച്ച ബേപ്പൂരിലെ കണക്ഷനുണ്ട്. ഇവരൊക്കെ വരുമ്പം ബഷീർ ഖാൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനും ഉണ്ടാവും. അപ്പം ബന്ധപ്പെടും. പി ഗോവിന്ദപിള്ള, പി കെ വാസുദേവൻ നായർ, സി അച്യുതമേനോൻ പോലെയുള്ള ആളുകളൊക്കെ. നമ്പൂരിപ്പാട് മൊയ്തു മൗലവിൻ്റെ അടുത്ത് വരും, EMS അടുത്ത് വരും, അല്ല ബഷീർ ഖാൻ്റെ അടുത്തും വരും. അന്നൊക്കെ ഞാൻ കണ്ടു പരിചയിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും EMSഉം 1-2 യാത്രക്ക് അവസരം ഉണ്ടായി. ഒരിക്കൽ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് അവിടുത്തെ സംഘാടകർ EMS ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും ഉണ്ടെന്ന്. കോഴിക്കോട്ടേക്കല്ല, പിന്നെ നമ്പൂരിപ്പാടുണ്ടോന്ന്. ഞാനായിക്കൊണ്ട് നമ്പൂരിപ്പാടുണ്ട്, നിങ്ങൾ ആരും വരണ്ട, ഞാൻ മതി തന്നെ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മാമുക്കായുണ്ട്. പറഞ്ഞു സിനിമ നടൻ മാമുക്കല്ല, അത് മതി ആരും വേണ്ട എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് അവിടുന്ന് ഇവിടെ എത്തുന്നത് വരെ ഓരോ കലയും രാഷ്ട്രീയവും സംഗീതവും കോഴിക്കോട് അബ്ദുൽ ഖാദർ വിഷയമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചു. ബഷീർക്ക് പറ്റി ഒരുപാട് സംസാരിച്ചിട്ടൊക്കെയാണ് നാട്ടിലേക്ക് വന്നത്. അതിലൊരിക്കൽ ബോംബെയിൽ ഒരു ഓണാഘോഷ പരിപാടി ഇതിൽ സംബന്ധിച്ച്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കോഴിക്കോട്ടേക്കാണ് വന്നത്. ആ ബോംബെയിൽ ഓണാഘോഷത്തിന് ഇല ഇട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞതിലേക്ക് EMS അദ്ദേഹത്തിൻ്റെ ഇല ചുറ്റി എടുക്കാൻ തുനിഞ്ഞപ്പം സംഘാടകർ ഓടി വന്ന് സഖാവ എടുക്കണ്ട, അത് അവിടെ നോട്ടെ. ഉടനെ നമ്പൂരി പഠിച്ച് ഇനി വേറെ ആരും ഉണ്ടാകുന്നുണ്ടോന്ന്. അല്ല അത് വേണ്ട, നിങ്ങൾ എടുക്കണം, ഞങ്ങൾ എടുത്തോളം ഇല എന്ന് പറഞ്ഞിട്ട്. EMSഉം വലിയ മോശക്കാരനല്ല, അപ്പടി അക്കായി ഉടനെ തന്നെ ഈ തമാശ വിറ്റടിക്കുന്ന ആളെ ബഷീർഖാനെ പോലെ തന്നെ. അവിടെ എല്ലാവരും ചിരിച്ചു പോയി. അയാൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഇതില്ല, എന്നാൽ അടുത്തോളം തന്നെ പോയിട്ട് കയ്യൊക്കെ കഴുകി അത് കഴിഞ്ഞ് പോന്നു. വരുമ്പം ഫ്ലൈറ്റിൽ വെച്ച് ഞാനത് ചോദിച്ചു, അവരാകെ ബേജാറായിപ്പെട്ടോ. അല്ല ഞാൻ ആ ഇല എടുത്തെടുക്കാൻ പോയത് ആര് വന്നപ്പോൾ ഇനി വേറെ ആരും ഉണ്ടോ, ഞാൻ ഇല കൊണ്ടോട്ടോ എന്ന് ചോദിച്ചതിനുണ്ട്. അപ്പോൾ ഈ നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ ഉള്ളത് തെറ്റൊന്നുമല്ല, ശരിക്കും ഉണ്ട്. പക്ഷേ ഈ ഫലിതം അവതരിപ്പിക്കാനുള്ള വിവരമുള്ള നമ്പൂതിരിമാർ ഇന്നില്ലാതെ പോയതാണ് കഷ്ടം. ബഷീർക്കയോട് ആരും എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ബഷീർക്കക്ക് ഈ എന്ത് സീരിയസ് പ്രശ്നമായാലും അത് അയാളുടേതായ ഒരു ശൈലിയിൽ പറയും. അതിൽ ഒട്ടനവധി നർമ്മങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ കുറുക്കി കൊള്ളുന്ന ഒരു തമാശയും കാര്യം എല്ലാം കൂടി ചേർന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ഒരിക്കലൊരു കൂട്ടർ ബഷീർക്കയോട് ചോദിച്ചു, അവിടുന്ന് ബഷീർ ഖാൻ്റെ അടുത്ത് വന്നിട്ട് പോവാണ്. അപ്പം ഈ ഇവിടെ പള്ളി ഇവിടെ അടുത്ത് എവിടെ ഉണ്ട്? ആ പള്ളി കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പം എങ്ങനെ? ഒന്നുമില്ല, നേരെ അങ്ങോട്ട് നടന്നാൽ മതി. അവിടെ എത്തുമ്പം മൂത്രം മണക്കുന്ന സ്ഥലം എത്തിയാൽ മനസ്സിലാക്കിയാൽ മതി അവിടെ തന്നെയാണ് പള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനവിടുത്തെ ആളുകളൊക്കെ നമ്മൾ കളിയാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു മുറിമുറിപ്പൊക്കെ ഉണ്ടായിരുന്നു ബഷീർ ഖാൻ്റെ പേരിൽ. അതറിഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല നിങ്ങളാ പറഞ്ഞത് തന്നെ. എന്നാൽ പിന്നെ അത് ആ മൂത്രം മണം നിർത്തട്ടെ എന്നാൽ വേറെ അടയാളം പറഞ്ഞു കൊടുക്കാമല്ലോ. ഇതിങ്ങനെ അവിടെ വളരെ ശരിയാണ്, അന്ന് അതുണ്ടാവുന്നത് വളരെ മോശമായിട്ട് തന്നെ. ആ പള്ളിയിൽ നിന്ന് എവിടുത്തെ പള്ളി ആയാലും ഇതിനൊന്നൊരു നോട്ടലേനല്ലോ. ഇപ്പോഴാണ് പള്ളികളൊക്കെ നന്നാക്കി മൂത്രപ്പുരകളും ഈ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വളരെ സജീവമായിട്ട് ശ്രദ്ധിച്ചിട്ട് വെടുപ്പാക്കലും വൃത്തിയാക്കലൊക്കെ തുടങ്ങി. എല്ലാ പള്ളികളും ഇപ്പം ഒരു സ്മെല്ലോ മണമൊന്നും എവിടെയും പുറത്തു വരില്ല, വളരെ ക്ലീനായിട്ടാണ് ഇപ്പോൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അന്ന് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കാരണം അത് ഒരു സത്യമാണ്. ആ പ്രദേശത്തുകാർക്കൊരു പറച്ചിലൊരു ക്ഷീണമായി. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കേട്ടതെന്നുള്ള ഒരു പാഠം മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതും കൂടി പിന്നീട് വന്നു. ഞാൻ ജനിച്ച് വളർന്നതും പഠിച്ചതും ഈ ആളാവുന്നതൊക്കെ നമ്മളെ കല്ലായിൻ്റെ പള്ളിക്കണ്ടി, അഴിമുഖം, കല്ലായി ഒക്കെ ആണെങ്കിലും പിന്നീട് അവിടെ ഭയങ്കര തിക്കും തിരക്കും ആളൊക്കെ പെരുകിയപ്പം ഞാൻ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയപ്പോൾ ഒന്ന് മാറണം ഇവിടുന്ന്. അപ്പോഴേക്ക് അങ്ങോട്ട് ഈ ബേപ്പൂർ അടുത്ത് ഇപ്പോൾ ഉള്ള അരക്കിണറിലേക്ക് മാറി. അതിനു മുമ്പ് ഭാര്യ വീട് ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് വിറ്റിട്ട് ഞങ്ങൾ അങ്ങോട്ട് അരക്കിണറിലേക്ക് മാറിയിരുന്നു. 83-ലാണ് മാറിയത്. 83-ൽ അങ്ങോട്ട് മാറിയ ശേഷം പിന്നെ അവിടെ ആയി. പിന്നെ സിനിമയിൽ വന്ന ശേഷമാണ് ഈ അരക്കിണറിൽ വീടിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കുന്നത്. ആ സ്ഥലം വാങ്ങിയ അന്ന് മുതലേ തന്നെ
നമ്മളെ വേണ്ടപ്പെട്ട ഞാൻ, അശോകൻ, ബഹദൂർക്ക, ബഷീർക്ക എല്ലാവരും വരുന്ന സ്ഥലം കാണും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി വീടിന് തറയിട്ട് അടുത്തൊരു കിണറും കെട്ടി വെച്ച കാലത്ത് നമ്മളവിടെ പോയിരിക്കും, കഥ പറയും, എപ്പോഴും പല തമാശയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ഈ അരക്കിണറിലേക്കുള്ള മാറ്റം വന്നത്. ഒരു 80-ന് ശേഷം, 83, 84-ന് ശേഷം, അരക്കിണറിലെത്തിയ ശേഷമാണ് ഈ സിനിമയിൽ ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാമെന്ന് പറഞ്ഞ പടത്തിലൊക്കെ അഭിനയിക്കുന്നത്. 86-ൽ